بهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ചിന്തിക്കാനും പഠിക്കാനും ചെറുപ്പക്കാരോട് ആജ്ഞാപിക്കുകയാണ് ഖുർആൻ. നിങ്ങൾ പഠിക്കണം. മൊബൈൽ ഫോൺ എടുത്തിട്ട്, കാറെടുത്ത്, വാഹനം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കിഴക്കും പടിഞ്ഞാറും കുറെ ഓടി നടന്നിട്ട് ജീവിതം നശിപ്പിക്കല്ല ചെറുപ്പക്കാരെ. അവലം യറല്ലദീന കഫറു, അവിശ്വാസികളോട് ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിമിനോടും ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ചത്, വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, പകൽ കഴിഞ്ഞാൽ രാത്രി വരുന്നതും രാത്രി കഴിഞ്ഞാൽ പകൽ വരുന്നതും, ഇതിലൊക്കെ ആയാതിൽ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ആരാ ബുദ്ധിമാനികൾ? ആർക്കാണ് ബുദ്ധിയുള്ളത്? യുക്തിവാദിക്കാണോ? അല്ല. അല്ലദീന യദ്കുറൂനല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുന്നവരാണ് ബുദ്ധിമാനികൾ. الذين يذكرون الله, അല്ലാഹുവിനെ ഓർക്കുന്നവരാണ് ഉലുൽ അൽബാബ്, അവരാ ബുദ്ധിമാനികൾ. ഖിയാമൻ, നിന്നിട്ടും, വഖുഊദൻ, ഇരുന്നിട്ടും, വഅലാ ജുനൂബിഹിം, അവരുടെ പാർശ്വഭാഗങ്ങളിൽ കിടന്നുകൊണ്ടും, ഇരുന്നും കിടന്നും നടന്നും, യാത്രയിലും വീട്ടിലുള്ളപ്പോഴും, ഷോപ്പിലിരിക്കുമ്പോഴും, ജോലി ചെയ്യുമ്പോഴും, ബൈക്ക് ഓടിക്കുമ്പോഴും, വാഹനം ഓടിക്കുമ്പോഴും, ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമ്പോഴും എല്ലാം പടച്ചതമ്പുരാനെ കുറിച്ച് ഓർക്കുന്നവർ, അവരാണ് ബുദ്ധിമാനികൾ. എന്നിട്ടവർ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുന്നവരാണ്. അവര് സയൻസ് പഠിക്കുന്നുണ്ട്, സോളജിയും ബോട്ടണിയും മൈക്രോബയോളജിയും പഠിക്കുന്നുണ്ട്, അവര് ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കുന്നുണ്ട്, അവർ ആസ്ട്രോണമി പഠിക്കുന്നുണ്ട്, ജിയോളജി പഠിക്കുന്നുണ്ട്, ജിയോഗ്രഫി പഠിക്കുന്നുണ്ട്. എന്തിന്? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖത ഹാദാ ബാതില, ഈ പ്രപഞ്ചത്തെ നീ വെറുതെ പടച്ചതല്ലല്ലോ. ഇത് അത്ഭുതമുള്ള ലോകമാണ്. ഓരോ ആറ്റവും അത്ഭുതമാണ്, ഓരോ മോളിക്യൂൾസ് അത്ഭുതമാണ്, ഓരോ കോമ്പൗണ്ടുകൾ അത്ഭുതമാണ്, ഓരോരോ മൂലകങ്ങൾ അത്ഭുതമാണ്. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖത ഹാദാ ബാതില, ഈ പ്രപഞ്ചത്തെ നീ വെറുതെ പടച്ചതല്ലല്ലോ. ഫഖിനാ അദാബന്നാർ, അതുകൊണ്ട് ഞങ്ങളെ നരകശിക്ഷയിൽ നിന്നും കാക്കേണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ബുദ്ധിജീവികൾ. അവർക്കാ ബുദ്ധിയുള്ളത്. അതുകൊണ്ട് ബുദ്ധിയുള്ളവരായിട്ട് ജീവിക്കുക. അള്ളാഹുവിനെ ഓർക്കുമ്പോഴേ ബുദ്ധി ഉണ്ടാവുള്ളൂ. അൽ കാഫിറു ലാ അഖല ലഹു, പടച്ചവനെ നിഷേധിച്ചവന് ബുദ്ധിയില്ല. എന്തേ? അവന്റെ സ്വയം സൃഷ്ടിപ്പ് ഞാനുണ്ട് മുളച്ചാന്നല്ലേ അവൻ പറയുന്നത്. ഉപ്പായുടെ ശരീരത്തിൽ നിന്നും ഉമ്മയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സ്പേമിന്റെ ഒരൊറ്റ കോശത്തിൽ നിന്ന് ഒരു കോശം, അത് പോയതല്ലാതെ വാപ്പാക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഉമ്മാക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റോ? ആരാണതിനെ 20,000 കോടി കോശങ്ങളായി വളർത്തിയത്? ആരാണ് ആ ഒരു കോശത്തിൽ നിന്ന് കുഞ്ഞിന് കയ്യും കാലും കൊടുത്തത്? 10 മാസമാകുമ്പോഴേക്കും ഗർഭാശയത്തിൽ ഒരു ഭ്രൂണമായിരുന്ന കുഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തി കണ്ണും കാതും ശരീരവും, വാപ്പയുടെ സ്വഭാവം, ഉമ്മയുടെ സ്വഭാവം, വാപ്പയുടെ നിറം, ഉമ്മയുടെ നിറം എല്ലാം ഒത്തിണങ്ങിയ ഒരൊറ്റ കോശത്തിൽ നിന്ന് കുഞ്ഞായി വളർത്തിയ അല്ലാഹു ഞാൻ ഒറ്റക്കുണ്ടായതാണെന്ന് വിളിച്ചു പറയുന്ന കാഫിർ, അവൻ എങ്ങനെയാണ് ബുദ്ധി ഉണ്ടാവുക? അൽ കാഫിറു ലാ അഖല ലഹു, അവന് ബുദ്ധിയില്ല എന്ന് പറയാൻ കാരണം അതാ. എന്നെ പടച്ചത് ഞാൻ തന്നെ എന്നാണ് അവൻ പറയുന്നത്. അത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അവനല്ലല്ലോ. ആരാണ് ഇതൊക്കെ പടച്ചത്? ഭക്ഷണം വായിലൂടെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. ചായ കുടിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. നമ്മുടെ കിഡ്നിയിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? നമ്മുടെ ബ്ലഡിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നത്? ആരാണ് നമ്മുടെ ബ്രെയിനിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നത്? നമ്മുടെ ഭക്ഷണത്തിന്റെ ഫാറ്റും മിനറലുകളും പ്രോട്ടീനുകളും ഒക്കെ വേർതിരിച്ച് നമ്മൾ ഇരിക്കാൻ, നമ്മുടെ ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ ആരാ ഇതൊക്കെ ചെയ്യുന്നത്? റബ്ബുൽ ആലമീൻ, ലോകത്തിന്റെ സൃഷ്ടാവ്. അതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയാൻ. അൽഹംദുലില്ലാ, ഭക്ഷണം കഴിച്ചു പറയ അൽഹംദുലില്ലാ. നീ ഭക്ഷണം കൊടുത്തിട്ടുള്ളൂ, ഇതിന് വേസ്റ്റായി വരണം, ശരീരത്തിന് ആവശ്യമുള്ളതൊക്കെ എടുക്കണം, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കണം. ഇതൊക്കെ ചെയ്യുന്നത് ആരാ? നീയാണോ? അല്ലല്ലോ. പിന്നെ ആരാ? റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവാ. അതുകൊണ്ട് പറയണം, ഭക്ഷണം കഴിക്കുമ്പോൾ അൽഹംദുലില്ലാ, വെള്ളം കുടിക്കുമ്പോൾ പറയ അൽഹംദുലില്ലാ. നീ കുറച്ച് ചെയ്യുന്നുള്ളൂ, ബാക്കി ചെയ്യുന്ന പണി മുഴുവൻ അല്ലാഹുവിന്റേതാ. നീ ചെയ്യുന്നത് പോലും വമാ തഅമലൂൻ, നിങ്ങളുടെ പ്രവൃത്തി പോലും പടച്ചത് അല്ലാഹു. അപ്പോ ഈ രക്ഷിതാവിനെ മനസ്സിലാക്കാതെ ജീവിച്ചാൽ ജീവിതത്തിൽ അർത്ഥം ഉണ്ടാവില്ല. ഞാനിപ്പോ എന്തിനാ ജീവിക്കുന്നു? ഇപ്പോ പടച്ചത് ഇതിനാണ്.
അതുകൊണ്ട് നിനക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു സമയത്തേക്ക് മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നീ. മരണം ആസന്നമാകുമ്പോഴേക്കും എപ്പോഴാണത് വരികയെന്ന് അറിയില്ലല്ലോ. അതിന്റെ മുമ്പ് നിന്റെ രക്ഷിതാവിനെ കണ്ടെത്ത്. അല്ലാഹുവിന്റെ മുമ്പിൽ നമിക്ക്, 5 നേരം നിസ്കരിക്ക്, പകലന്തിയോളം അല്ലാഹുവിനെ ഓർത്ത് ജീവിക്ക്. പാതിരാ സമയങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് 2 റക്അത്തെങ്കിലും അല്ലാഹുവിന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കരിക്ക്. ജീവിതത്തിന് വാല്യൂ ഉണ്ടാവും, അർത്ഥം ഉണ്ടാവും. വെറുതെ പ്രേമിച്ച കാലങ്ങളൊക്കെ അതിനെല്ലാം നമ്മൾ വന്നത് ജീവിതം നശിപ്പിക്കാൻ വന്നതല്ല. നിങ്ങൾക്ക് ആരോഗ്യമുള്ളൊരവസ്ഥ അല്ലാഹു തരുന്നുണ്ട്. ആരോഗ്യം കഴിഞ്ഞ് രോഗാവസ്ഥയിലേക്ക് വരും. രോഗം വരുന്നതിന്റെ മുമ്പ് ആരോഗ്യം അല്ലാഹുവിന് വേണ്ടി ഉപയോഗിച്ചോളൂ. ആരോഗ്യം അല്ലാഹുവിനെ ഉപയോഗിച്ചോളൂ. കാരണം എന്തേ, ഇനി ശരീരം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാൻ പോകുന്നുണ്ട്. 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായി. 40 കഴിഞ്ഞാൽ പിന്നെ 40ന്റെ മുമ്പുള്ള ഉന്മേഷമില്ല, ആവേശമില്ല, ഒക്കെ തീർന്നു. പിന്നെ മെയിൻ്റനൻസ് ആണ്, കുഴപ്പമൊന്നുമില്ലാന്ന് കഴിഞ്ഞു പോയാൽ മതി. തളരുകയാണ്, ശരീരം തളർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വയസ്സ് കൂടുന്തോറും ക്ഷീണവും പ്രയാസങ്ങളും അസുഖങ്ങളും വർദ്ധിച്ച് ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാൻ മരിക്കട്ടെ. മാനസികമായി മരണത്തെ വരിക്കാൻ നമ്മൾ തയ്യാറാകുന്ന ഒരവസ്ഥ വരും. പ്രായാധിക്യം എത്തുമ്പോ പെട്ടെന്ന് മരിക്കുമ്പോഴാണ് കുറച്ചവനെ സമയമായിട്ടില്ലെന്ന് തോന്നുക. 80 90 ആകുമ്പോ ഇപ്പൊ സമയമായി, ഇനി ഞാൻ പോവാ, ഇനി എന്തിനാ ഞാൻ നിന്നിട്ട്, ഏതായാലും കണ്ണിന്റെ കാഴ്ച കിട്ടൂല, ഇനി എനിക്ക് നടക്കാനും ഓടാനും പറ്റില്ല, ഇനി ഞാൻ പോകട്ടെ എന്ന് മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹു ഒരു ചിന്ത കൊണ്ടുവരികയാണ്. ഇതൊക്കെ ചെയ്തത് അള്ളാഹുവാണ്. രോഗാവസ്ഥയ്ക്ക് മുമ്പ്, രോഗം വരുന്നതിന്റെ മുമ്പ് ആരോഗ്യമുള്ള സമയം മുതലെടുത്തോളൂ. ആരോഗ്യമുള്ള സമയം അള്ളാഹുവിന്റെ കൊടുത്തേക്കണം. കയ്യിൽ ഇപ്പൊ പൈസ ഉണ്ട്, ഇനി പൈസ എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സമയം വരാനുണ്ട്, ദാരിദ്ര്യം വരാനുണ്ട്. ആ ദാരിദ്ര്യത്തിന്റെ മുമ്പ് നിങ്ങൾ ഈ സമ്പന്നമായ കാലം ഉപയോഗിച്ചോളൂ. അല്ലാഹു സമ്പത്ത് തരുന്ന കാലം. ഇനി ദാരിദ്ര്യം വരുന്നുണ്ട്, സ്വതക്ക ചെയ്യാൻ പറ്റൂല, ഇപ്പൊ കൊടുത്തേക്കണം, ഇപ്പൊ കൊടുത്തേക്കണം. വാർദ്ധക്യം വരാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് യൗവനം ഉപയോഗിച്ചേക്കണം, യൗവനം ഉപയോഗിക്കണം. 16 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു സൈന്യത്തിന്റെ സൈന്യാധിപനായി അല്ലാഹുവിന്റെ റസൂൽ നിയമിക്കുന്നത്. ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ചില ചരിത്രത്തിൽ 13 വയസ്സെന്ന് പറയും, അല്ലെങ്കിൽ 16. ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ഒരു സംഘത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയി പോകുന്നത് 16ാമത്തെ വയസ്സിൽ. അവരുടെ പിറകിലുള്ളത് 40, 45, 50 വയസ്സുള്ള സ്വഹാബികൾ. അന്നത്തെ ചെറുപ്പക്കാരെ നിബിധങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന അവസ്ഥയാണ്. അവര് വളരുകയായിരുന്നു, ലീഡർഷിപ്പിലേക്ക് വളർത്തിയ നിബിധങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലീഡർഷിപ്പ് ക്വാളിറ്റികൾ അവരിൽ കണ്ടു. അവരുടെ പേഴ്സണാലിറ്റി അമേസിംഗ്, അവരുടെ പേഴ്സണൽ ക്വാളിറ്റീസ് സ്റ്റണ്ണിംഗ്. നിബിധങ്ങൾ ഇങ്ങനെ തെരഞ്ഞെടുത്ത സ്വഹാബിയുടെ പിറകിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനെ ബഹുമാനിച്ചുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി യുദ്ധം നയിക്കാൻ പോകുന്ന, യമാമക്ക് പോകുന്ന ചെറുപ്പക്കാരനെ സ്വഹാബിയായ ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകത്തിന്റെ പിന്നാലെ കാലിൽ ചെരുപ്പില്ലാതെ നടന്നു വരുന്ന അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്തിനാണ് എന്റെ കൂടെ വരുന്നത്? അല്ല, ഇത് ജയ്ഷുൻ ജഹസഹു റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സജ്ജീകരിച്ച സൈന്യമായിരുന്നുവല്ലോ. നബി തങ്ങൾ വഫാത്തായി, ഇനിയിപ്പോ ഞാനല്ലേ ഭരിക്കുന്നത്, അതുകൊണ്ട് ഈ സൈന്യത്തിന് ഒരൽപ്പം കാൽ മണ്ണിൽ ചവിട്ടിയെങ്കിലും ഞാൻ ഒരൽപ്പം പുണ്യം നേടട്ടെ എന്ന് പറഞ്ഞ് നടന്നു ചെന്ന് ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു 16 വയസ്സുള്ള ചെറുപ്പക്കാരനെ നിർത്തിയിട്ട് അമീറുൽ മുഅ്മിനീൻ ചോദിച്ചു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ല ഉസാമ, നിങ്ങൾ സമ്മതം തരുമോ? നിങ്ങൾ എല്ലാവരും യുദ്ധത്തിന് പുറപ്പെട്ടാൽ മദീനയിൽ എന്നെ സഹായിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എനിക്ക് ആവശ്യമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ നിങ്ങളുടെ കൂടെ വരാതെ എന്റെ കൂടെ തങ്ങാൻ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഉമർ എന്നവരെ ഞാൻ എന്റെ കൂടെ നിർത്തിയേക്കാം, നിങ്ങൾക്ക് പൊരുത്തമാണോ? ആരോടായി ചോദിച്ചത്? 60 കഴിഞ്ഞതിന്റെ ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരോട്? 16 വയസ്സുള്ള ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിനോട്. യൗവനം അല്ലാഹുവിന്റെ കൊടുത്തവരാണ്. പിന്നെ ജീവിതത്തിന്റെ മൂല്യം വർദ്ധിക്കുകയാണ്. സ്വഹാബികൾ അവരെ ബഹുമാനിക്കുകയാണ്. 33 വയസ്സുള്ളപ്പോഴാണ് മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു മൂർച്ചയിൽ വഫാത്താകുന്നത്.
2 ചിറകുകൾ കൊടുത്ത് സ്വർഗ്ഗത്തിൽ പാറിപ്പറക്കാൻ. وما اهتز عرش الله من أجل هالك سمعنا به إلا لسعد أبي عمرو مهاനായ സഅദ് റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്ന സമയത്ത് അല്ലാഹുവിന്റെ അർശ് കീഴിൽ കൊണ്ടുവന്ന മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന് 3 വർഷം എടുത്തിട്ടുള്ളൂ. ആ 3 കൊല്ലത്തിനിടക്കാണ് അർശിനെ വിറപ്പിക്കുമാർ ഒരുപാട് നന്മകൾ ചെയ്തത് ചെറുപ്പക്കാരനായിരുന്നു മഹാനായ സഅദ് റളിയല്ലാഹു തആല. യൗവനം അല്ലാഹുവിന് വേണ്ടി കൊടുത്തുവോ? ശബാബക ഖബല ഹർമിക്, വാർദ്ധക്യത്തിന്റെ മുമ്പ് യൗവനം നിങ്ങൾ അല്ലാഹുവിന് കൊടുത്തുവോ? നാളെ ചോദ്യമുണ്ടല്ലോ, അല്ലാഹു ചോദിക്കും യൗവനം എന്ത് ചെയ്തു. യുവാക്കൾക്ക് അറിയില്ല യൗവനത്തിന്റെ മഹത്വം. അത് കഴിഞ്ഞ് ഇതൊക്കെ നഷ്ടപ്പെടാൻ പോകുന്നുണ്ട്. നമ്മുടെ ഈ ഉന്മേഷവും ഗ്ലാമറും ഈ ചെത്തിപ്പൊടി നടക്കൽ ഇതൊക്കെ തീരും. പിന്നെ നമ്മുടെ മുൻഗാമികളെ പോലെ വാർദ്ധക്യത്തിലേക്ക് പോകുന്നവരാ. അവരൊക്കെ നമ്മളെ പോലെ തന്നെ ആയിരുന്നുവല്ലോ എന്ന് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അതാ വിഷയം. അങ്ങനെ ഒരുപാട് പാപങ്ങൾ ചെയ്ത് അവസാനം ഇനി എന്ത് ചെയ്യണം, എവിടെ പോകണം എന്ന് ആലോചിച്ച് അന്ധാളിച്ചു നിൽക്കാൻ അർശിന്റെ തണൽ ലഭിക്കുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ 7 വിഭാഗമുണ്ട്. അതിലൊന്ന് ആരാണ്? ശാബുൻ നസഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഇബാദത്തിൽ കഴിഞ്ഞുകൂടിയ ചെറുപ്പക്കാരൻ. 40 വയസ്സ് വരെ അടിച്ചുപൊളിച്ച് നടന്നു. പിന്നെ തോന്നി നന്നായേക്കാം, കുഴപ്പമൊന്നുമില്ല, അർശിന്റെ തണൽ കിട്ടൂല. അർശിന്റെ തണൽ കിട്ടുന്നത് ആർക്കാണ്? യൗവനം 15 കഴിഞ്ഞതിന്റെ ആ ടീനേജ് 20, 25, 30 ആ ഒരു കാലഘട്ടം വ്യഭിചാരത്തിലേക്ക് പോകാതെ, കള്ളുകുടിക്കാതെ, മയക്കുമരുന്നിലേക്ക് പോകാതെ, പലിശ ഇടപാടുകളിലേക്ക് പോകാതെ, ആളുകളെ വഞ്ചിക്കാതെ സത്യസന്ധനായി ജീവിച്ച ഒരു ചെറുപ്പക്കാരന് നാളെ തീ പൊള്ളുന്ന ചൂടിൽ അർശിന്റെ തണലുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആരെയാണ്? വഫതൻ, ഒരു ചെറുപ്പക്കാരനും അവിടെ മഹ്ശറായിൽ അർശിന്റെ തണലുണ്ട്. ദഅതുഹു ദാതു മൻസബിൻ വജമാലിൻ, നല്ല ഭംഗിയും നല്ല ഐശ്വര്യവും തറവാടും എല്ലാമുള്ള ഒരു സുന്ദരിയായ പെണ്ണ് അവനെ വ്യഭിചാരത്തിലേക്ക് വിളിച്ചപ്പോ ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞ് പിന്മാറിയ ചെറുപ്പക്കാരനും, അങ്ങനെ ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ വ്യഭിചാരത്തിലേക്ക് വിളിച്ചപ്പോ ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് പിന്മാറിയ ഒരു ചെറുപ്പക്കാരിക്കും അർശിന്റെ തണലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എയ്ഡ്സിനെ പിടിച്ചിട്ടല്ല വ്യഭിചരിക്കാതിരിക്കുന്നത്, നാട്ടുകാരൻ അടിയിട്ടു എന്ന് വിചാരിച്ചിട്ടല്ല, കുടുംബം മോശമായി പോകുമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യാതിരിക്കുന്നത് അള്ളാഹുവിനെ പേടിച്ചിട്ടാണ്. ഇത് ചെയ്യും. ഇങ്ങനെ പിന്മാറുന്നവർക്ക് അർശിന്റെ തണലുണ്ട്. അല്ലാത്തവരൊക്കെ നാട്ടുകാരുടെ കണ്ണ് വെട്ടിച്ച് എവിടെയെങ്കിലും എത്തിയാൽ കോലം മാറില്ലേ? എത്ര ചെറുപ്പക്കാരുണ്ട് അങ്ങനെ ദുബൈയിലേക്ക് പോയി കേടുവന്നവർ. നാട്ടിൽ നല്ല മക്കളായി ജീവിച്ച് ദുബൈയിലോ ഖത്തറിലോ ബഹ്റൈനിലോ ഒക്കെ ചെന്ന് തിന്മ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയപ്പോ വേശ്യകളുടെ കൂടെ കിടന്ന എത്ര ആളുകളുണ്ട്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്ന ചെറുപ്പക്കാർ, അവരെയാണ് ശരീഅത്തിന് ആവശ്യമുള്ളത്. റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഒന്നാമത്തെ സഫിൽ വന്നിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരൻ അള്ളാഹു കാണുമ്പോഴൊക്കെ പറയും, ഇത് വല്ലാത്തൊരു ചെറുപ്പക്കാരനാണ്. ഇന്നി ലഅറാ അലൈഹി സ്വലാഹ, ഈ ചെറുപ്പക്കാരിൽ നന്മയുണ്ടെന്ന് ഞാൻ കാണുന്നു എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ ചെറുപ്പക്കാരൻ ഇശാ നിസ്കരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പെണ്ണ് വഴിയിൽ വെച്ച് തടഞ്ഞു വെച്ചു. അവനെ തിന്മയിലേക്ക് വിളിച്ചു, തന്ത്രങ്ങൾ ഉപയോഗിച്ചു. വീട്ടിലെത്തി. ആ പെണ്ണിന്റെ വീട്ടിലെത്തിയവൾ വാതിലുകൾ അടച്ചു. തിന്മയിലേക്ക് പ്രവേശിക്കാൻ ഇനി ഏതാനും സ്റ്റെപ്പുകളെ ബാക്കിയുള്ളൂ. ഉടനെ അല്ലാഹുവിന്റെ ഓർമ്മ വന്നു. ബോധരഹിതനായി വീണുപോയി ചെറുപ്പക്കാരൻ. യാ അല്ലാഹ്, ഞാൻ വ്യഭിചാരത്തിലേക്ക് പോവുകയോ? ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫുൻ മിനശ് ശൈത്വാനി തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ. ഇന്നല്ലദീന തഖൗ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ, ഇദാ മസ്സഹും ത്വായിഫുൻ മിനശ് ശൈത്വാനി തദക്കറു, പൈശാചികമായ തോന്നലുകളോ